സാർ ഫോൺ. ഇതവനാ. എഡ്വേർഡ് വരില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ വരാൻ. ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഡു നോട്ട് ഫൂൾ അറൗണ്ട് വിത്ത് മീ. എന്നോട് സംസാരിക്കാൻ പോകുന്നത് ആരാ? CM, PM, സം അണ്ടർ സെക്രട്ടറി? ഹൂ? CM-ഉം PM-ഉം നീ വിളിക്കുന്നിടത്ത് ഓടി വന്നെത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വോട്ട് ചോദിച്ച് തൊഴുതു വന്നപ്പോൾ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ സ്ഥാനം കിട്ടിയപ്പോൾ ബിസി ആയതായിരിക്കും പാവം. അവരൊക്കെ ബോംബ് പൊട്ടിയതിനു ശേഷം വരട്ടെ. ഇപ്പൊ എന്നോട് ഡീൽ സംസാരിക്കാൻ വരുന്നത് ആരാ? സം സെക്രട്ടറി, IAS ഓഫീസർ? ഞാൻ തന്നെ ഡീൽ സംസാരിക്കാം. വാട്ട് എവർ. Lawful. മനസ്സിലായില്ല? No, it's an inside joke. I have many in-laws. Ahmadullah, Inayatullah, Abdullah, Karamchand Lala. I understand. ഇവരെല്ലാം ഇവരൊക്കെ ആരാണെന്ന് പോലും മറന്നുപോയല്ലേ? ഇവർ രണ്ടുപേരെ കോയമ്പത്തൂരിൽ ബോംബ് ബ്ലാസ്റ്റിന് കേസെടുത്ത് നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്തത്. മറ്റു രണ്ടുപേരിൽ ഒരാളെ കന്യാകുമാരിയിൽ നിന്നും ഒരാളെ മധുരയിൽ നിന്നും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തു. ഇവരെ എന്ത് ചെയ്യണം? ഒന്നുമില്ല, വിട്ടയക്കണം. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. ഒരു ബുദ്ധിമുട്ടുമില്ല, ശീലമായിപ്പോയി. ജീവൻ പണയപ്പെടുത്തി പിടികൂടുക, പിന്നെ ഒരു ഫോൺ കോൾ, തീവ്രവാദിയോ രാഷ്ട്രീയക്കാരനോ ആരെങ്കിലും, ജസ്റ്റ് എ ഫോൺ കോൾ. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ശവശരീരം പുറക്കെടുത്തോണം, എന്നിട്ട് വെട്ടിപ്പൊക്കോണം. ശീലിച്ചുപോയി. നിങ്ങളോട് സഹതപിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞ 4 പേരിൽ 3 പേർ നിങ്ങളുടെ സിറ്റി ജയിലിൽ തന്നെയുണ്ട്. ഒരാൾ മാത്രം പാവം ബാംഗ്ലൂർ ജയിലിൽ തനിച്ച് കിടക്കുക. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. അപ്പോഴേക്കും എല്ലാവരും ഒരേ സ്ഥലത്തുണ്ടായിരിക്കണം. ടൈം വേസ്റ്റ് ആക്കിയാൽ സന്ധ്യയാകാൻ ഇനി അധികം സമയമില്ല. 6 മണിയാകും. ജനസമ്പർക്കം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബസ്സിലോ ട്രെയിനിലോ എവിടെ വേണമെങ്കിലും ബോംബ് പൊട്ടേക്കാം. പറഞ്ഞില്ലെന്ന് വേണ്ട. ബൈ ബൈ. പോക്കണം കേട്ടോ. ഒരുത്തൻ നിങ്ങളോട് സമയം കളയാനായി കളിക്കുകയാണെന്ന് വിചാരിച്ചോ മിസ്റ്റർ മാര? തനിക്ക് സ്വന്തമായിട്ടൊരു പേര് പോലുമില്ല. താൻ വിളിക്കുന്ന സെൽഫോൺ പോലും തന്റെ പേരിലല്ല. ഓക്കെ, എനിക്കറിയാം നിങ്ങളുടെ ഇന്റലിജൻസ് എൻ്റെ കോൾ എവിടെ നിന്നാണെന്നും ആരുടെ പേരിലാണെന്നും കണ്ടെത്തി കാണുമെന്ന്. എന്നാലും ലെറ്റ് മീ അപ്ഡേറ്റ് യു. ഞാൻ നിങ്ങൾക്ക് ആദ്യം ചെയ്ത കോൾ തായ്മാനവൻ എന്ന പേരിലുള്ളതാണ്. തായ്മാനവൻ കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചുപോയ ഒരാളാണ്. രണ്ടാമത്തെ ആൾ യശ്വന്ത് കൊലാർക്കർ, ബോംബെ ബോംബ് ബ്ലാസ്റ്റിൽപ്പെട്ട് ചിന്നിച്ചിതറി മരിച്ചു. മൂന്നാമത്തേത് ആഷ ബർവ. അവരും അവരുടെ കുട്ടിയും ഗുഹവാട്ടിയിലാണ് മരിച്ചത്. കുഞ്ഞാകത്തുണ്ടായിരുന്നു. ഷിവാസ് ഗർഭിണി. എല്ലാവരും ഇഹലോകവാസം വെടിഞ്ഞവരാണ്. ജീവനോടെ ഉള്ളവർ എനിക്ക് ചേരില്ല. 4 സിം കാർഡും ഒരു സെൽഫോണും. ഏതണ്ടനും അടകോടനും ഇത് വെച്ചാണ് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത്. മിസ്റ്റർ IGR മാരാറിന്റെ കമാൻഡിംഗ് ഏരിയയിലുള്ള അണ്ണാശാലെ പോലീസ് സ്റ്റേഷനിൽ 3 kg RDX ബോംബ് പ്രൈംഡ് ആൻഡ് റെഡി ടു ഗോ 20 മിനിറ്റിനകം പൊട്ടും. ഏതെങ്കിലും അണ്ടനും അടകോടനും ഇത് ചെയ്യാൻ പറ്റുമോ മിസ്റ്റർ മാരാർ? പോയി നോക്കിയാൽ സത്യമാണോ അല്ലയോ എന്ന് അറിയാലോ. 5 എണ്ണം പറഞ്ഞതിൽ പെടുന്നതല്ല ഇത്. ഇതെൻ്റെ ഫ്രീ ഗിഫ്റ്റാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടില്ലേ അതുപോലെ സാമ്പിൾ. അടുത്ത 20 മിനിറ്റിൽ പൊട്ടും. സ്റ്റാർട്ടിങ് now.